നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന് ആശ്വാസമാകുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. 3 മത്സരങ്ങൾക്ക് ശേഷം രാജസ്ഥാന്റെ നായകസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ തിരികെ എത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടെ കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജുവിന് വിക്കറ്റ് കീപ്പറാകാൻ ഫിറ്റ്നസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 മത്സരത്തിൽ സഞ്ജു ഓപ്പണിംഗ് ബാറ്ററായി മാത്രമാണ് കളിച്ചത്. 3 മത്സരത്തിലും റിയാൻ പരാഗാണ് രാജസ്ഥാനെ നയിച്ചത്. ഒരു ജയം നേടിയെങ്കിലും 2 മത്സരത്തിലും രാജസ്ഥാൻ തോറ്റു. നിലവിൽ ടീം 9ാം സ്ഥാനത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് ടീമിനെ ഉയർത്തിക്കൊണ്ട് വരികയെന്ന വലിയ വെല്ലുവിളിയാണ് നിലവിൽ സഞ്ജുവിന് മുകളിലേക്ക് എത്തുന്നത്. സഞ്ജു സാംസൺ ഫിറ്റ്നസ് തെളിയിച്ചതോടെ നായകനായും ക്യാപ്റ്റനായും അദ്ദേഹം രാജസ്ഥാനിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ രാജസ്ഥാനെ തിരികെ കൊണ്ടുവരിക സഞ്ജുവിനെ സംബന്ധിച്ച ഏറെ പ്രയാസകരമാകും. സഞ്ജു തിരിച്ചെത്തുമ്പോൾ രാജസ്ഥാനെ വേട്ടയാടുന്ന ചില പ്രശ്നങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രാജസ്ഥാൻ റോയൽസിനെ നിലവിൽ അലട്ടുന്ന പ്രധാന പ്രശ്നം യശസ്വി ജയ്സ്വാളിന്റെ ഫോം ഔട്ടാണ്. ഇന്ത്യക്കായും രാജസ്ഥാനായും വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ഓപ്പണർ ഇത്തവണ തീർത്തും നിരാശപ്പെടുത്തുകയാണ് എന്ന് ചുരുക്കം. 3 മത്സരത്തിലും ജയ്സ്വാളിന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഓപ്പണിംഗിൽ ജയ്സ്വാൾ ഫ്ലോപ്പാകുന്നത് ബാറ്റർ എന്ന നിലയിൽ ഇതിനോടകം സഞ്ജുവിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നായകനായി തിരിച്ചെത്തുമ്പോൾ ജയ്സ്വാളിന്റെ മോശം ഫോം കൂടുതൽ തലവേദനയുമാകും. ജയ്സ്വാൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മുംബൈ ക്രിക്കറ്റിൽ നിന്ന് ഗോവയിലേക്ക് മാറാനടക്കം ജയ്സ്വാൾ അപേക്ഷയും സമർപ്പിച്ചു കഴിഞ്ഞു. ചില പ്രശ്നങ്ങൾ ജയ്സ്വാളിനെ ബാധിച്ചിട്ടുണ്ട്. ഇത് താരത്തിന്റെ ഫോമിനെയും കാര്യമായി ബാധിച്ചു. ജയ്സ്വാളിനെ ഫോമിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് സഞ്ജുവിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ സഞ്ജുവും ജയ്സ്വാളും മിന്നിക്കാതെ രാജസ്ഥാന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല. രാജസ്ഥാനെ ഇത്തവണ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ മറ്റൊന്ന് ബോളർമാരുടെ സ്ഥിരതയില്ലായ്മയാണ്. ഇത്തവണ രാജസ്ഥാൻ വലിയ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച താരമാണ് ജോഫ്ര ആർച്ചർ. ആദ്യ 2 മത്സരത്തിലും തല്ലുകൊണ്ട ആർച്ചർ 3ാം മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഇത് പ്രതീക്ഷ നൽകുന്നതുമാണ്. എന്നാൽ ഈ സ്ഥിരത നിലനിർത്തി മുന്നോട്ട് പോകാൻ ആർച്ചറിന് സാധിക്കുമോ എന്നതാണ് മറ്റൊരു പ്രശ്നം. മഹേഷ് തീക്ഷ്ണ, വൻദു ഹസരംഗ എന്നിവരും സ്ഥിരത കാട്ടേണ്ടതായുണ്ട്. ഇത്തവണ ബോളിംഗ് നിരയിൽ വലിയ അഴിച്ചുപണി രാജസ്ഥാൻ നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപുള്ള താരങ്ങളുമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നത് സഞ്ജുവിന് നായകനായി കാര്യങ്ങൾ എളുപ്പമാക്കിയിരുന്നു. എന്നാൽ പുതിയ താരങ്ങളായതിനാൽ തന്നെ സഞ്ജുവിന് ഈ താരങ്ങളെ ഉപയോഗിച്ച് മികവിലേക്ക് എത്തിക്കേണ്ടത് അല്പം ദുഷ്കരമാണെന്ന് തന്നെ പറയാം. പരിശീലകനായ കുമാർ സംഗക്കാരയ്ക്ക് കീഴിലാണ് സഞ്ജു രാജസ്ഥാനെ നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഗക്കാരുടെ സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡാണുള്ളത്. സംഗക്കാരെ പോലെ താരങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്ന നായകനല്ല, അല്ലെങ്കിൽ കോച്ചല്ല ദ്രാവിഡ്. തൻ്റേതായ പദ്ധതികൾ ടീമിൽ നടപ്പിലാക്കാൻ കൃത്യമായും ശ്രമിക്കുന്ന പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം. ദ്രാവിഡിൻ്റെ ഈ പദ്ധതികളെ എങ്ങനെയാകും സഞ്ജു നടപ്പിലാക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. സഞ്ജുവിന് കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ നായകന്റെ റോള് എളുപ്പമാകില്ല എന്നുറപ്പാണ്. എന്തായാലും ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് സഞ്ജുവിൻ്റെ തിരിച്ചുവരവിനെ ഉറ്റുനോക്കുന്നത്. ടീമിനെ കപ്പിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം.